കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യത്തിന് ഇന്ന് അവധി. സ്വാതന്ത്ര്യദിനമായതിനാലാണ് തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചത്. നാളെ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘവും നേവി മുങ്ങൽ വിദഗ്ധരും തെരച്ചിൽ പുനരാരംഭിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയുടെ ജാക്കി, കയർ എന്നിവ ഗംഗാവലി പുഴയിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അതേ സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കും വരും ദിവസങ്ങളിലും തിരച്ചിൽ തുടരുക. സ്വാതന്ത്ര്യദിനമായതിനാൽ താൽക്കാലികമായി നിർത്തിവെച്ച തിരച്ചിൽ വെള്ളിയാഴ്ച രാവിലെ വീണ്ടും പുനരാരംഭിക്കും. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരും നേവി സ്കൂബ ഡൈവേഴ്സും തിരച്ചിലിന് നേതൃത്വം നൽകും. പുഴയിലെ ചെളിയും കല്ലും നീക്കിയാൽ മാത്രമേ കൂടുതൽ ആഴത്തിൽ തിരച്ചിൽ നടത്താൻ കഴിയൂ. ഇതിനായി ഡ്രഡ്ജർ തിങ്കളാഴ്ച എത്തിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത്. ഗോവയിൽ നിന്നും ഗോകർണ അഴിമുഖം വഴി ഡ്രഡ്ജർ ഗംഗാവാലി പുഴയിലേക്ക് എത്തിക്കാനാണ് ശ്രമം. ഡ്രഡ്ജർ എത്തിയാൽ ട്രക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തെ മണ്ണുമാറ്റി മുങ്ങൽ വിദഗ്ധർ കൂടുതൽ ആഴങ്ങളിൽ തിരച്ചിൽ നടത്തും. തിരച്ചിലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഡ്രഡ്ജർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ എത്തിക്കുമെന്ന് ജില്ലാ ഭരണകൂടം പറഞ്ഞിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പിന്നീട് അവയെല്ലാം മുടങ്ങുകയാണുണ്ടായത്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയുക തന്നെ വേണം. ഷിരൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എം സന്തോഷ്.